നമസ്കാരം. ഇന്ത്യ-US സഹകരണത്തിന്റെ പുതുവഴികളിൽ ഇന്ത്യക്ക് വമ്പൻ ഓഫറുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ്. പുതിയ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായി ബോയിംഗ് F-15X യുദ്ധവിമാനം ഇന്ത്യൻ എയർഫോഴ്സിന് വിൽക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. IAFന് F-15EX വാഗ്ദാനം ചെയ്തതിനുള്ള ലൈസൻസ് ബോയിങ്ങിന് US ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. F-15EX എന്നത് ബോയിംഗ് വികസിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ യുദ്ധവിമാനമാണ്. നാലാം തലമുറ F-15 യുദ്ധവിമാനത്തിന്റെ നവീകരിച്ച പതിപ്പാണിത്. അതിജീവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇത്. കൂടാതെ F-35 വിമാനത്തിന് പിന്തുണയായി ധാരാളം മിസൈലുകൾ വഹിക്കാനുള്ള കഴിവുമുണ്ട്. US ബോയിംഗ് F-15EX ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് എത്തിക്കാൻ അമേരിക്ക അതീവ താൽപര്യമാണ് പ്രകടമാക്കുന്നത് എന്നാണ് വിവരം. ബോയിംഗ് FA-18EF സൂപ്പർ ഹോർണറ്റിനൊപ്പം പുതിയ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി F-15EX പരിഗണിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിനോട് ആവശ്യപ്പെടുന്നുവെന്നും എന്നാൽ ഇന്ത്യയുടെ മറുപടി എന്താകും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമാണുള്ളതെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. IAFന്റെ മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് മത്സരത്തിനായി FA-18EF സൂപ്പർ ഹോർണറ്റ്, F-15EX സ്ട്രൈക്ക് ഈഗിൾ 2, യൂറോഫൈറ്റർ ടൈഫൂൺ, ലോക്ഹീഡ് മാർട്ടിൻ F ഉൾപ്പെടെയുള്ള 8 വിമാനങ്ങളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. നമുക്കറിയാം, വലിയ നവീകരണത്തിനും അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങളുടെ കുറവ് പരിഹരിക്കാനുമാണ് IAF ശ്രമിക്കുന്നത്. F-15EXന്റെ പ്രാധാന്യം പരിശോധിക്കുകയാണ് എങ്കിൽ F-15EX IAFന് നിരവധി നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മികച്ച യുദ്ധവിമാനമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശത്രുവിന്റെ പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമിക്കുവാനും ഉയർന്ന ഉയരങ്ങളിൽ പ്രവർത്തിക്കുവാനും ഇതിന് കഴിയും. ഇത് പാകിസ്ഥാൻ ചൈനയ്ക്കുമെതിരായ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാകുന്നുണ്ട്. വിമാനത്തിന്റെ നൂതനമായ കഴിവുകളും ഭാരമേറിയ ആയുധ പേലോഡ് ശേഷിയും അതിനെ IAFന് ശക്തമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നുമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യക്ക് F-15EX എന്നത് പരിഗണിക്കപ്പെടുന്ന നിരവധി ഓപ്ഷനുകളിൽ ഒന്നു മാത്രമാണ്. അന്തിമ തീരുമാനം IAFന്റെ പ്രത്യേക ആവശ്യകതകൾ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ശക്തരായ എതിരാളികളുമായി പോരാടാൻ ആവനാഴിയിൽ കൂടുതൽ ആയുധങ്ങളെ നിറയ്ക്കുന്ന ദൗത്യത്തിലാണ് ഇന്ത്യ. നോക്കൂ, IAF ഇതിനകം ഏകദേശം 200 LCA MK1, MK1A വേരിയന്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുമുണ്ട്. എന്നാൽ ആദ്യത്തെ IAF LCA സ്ക്വാഡനുകൾ രൂപീകരിച്ച 9 വർഷങ്ങൾക്ക് ശേഷവും IAFന് ഇപ്പോഴും 40 LCA മാത്രമാണ് ഉള്ളത്. ഒരു വർഷം ഉൽപാദനം 24 ഉയർത്തിയാലും എണ്ണം നിറയ്ക്കാൻ ഏറെ സമയമെടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. MiG-21 വിമാനങ്ങളിൽ അവസാനത്തേത് ഇപ്പോഴും IAFനൊപ്പം പറക്കുന്നു എന്നതാണ് മറ്റൊരു സ്ഥിതി. അതുപോലെ തന്നെ ജാഗ്വാർ, മിറാഷ് 2000 എന്നിവ 2030ഓടെ വിരമിച്ചു തുടങ്ങണം. ശക്തമായ സ്വാശ്രയ മുന്നേറ്റം ഉണ്ടായിരുന്നിട്ടും ഈ വിടവ് നികത്താൻ ഇന്ത്യക്ക് 114 MRFA ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ തന്നെ വിവിധ സാങ്കേതിക കാരണങ്ങളാൽ മീഡിയം മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ഇൻഡക്ഷൻ പ്രക്രിയയുടെ ആദ്യ റൗണ്ട് വെറും 36 റഫേലായി ചുരുക്കേണ്ടിയും വന്നു. ഈ 114 വിമാനങ്ങളുടെ പ്രവർത്തന ആവശ്യകതകൾ IAF വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ പ്രവേശിക്കാൻ അമേരിക്കയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇൻഡോ പസഫിക്കിലെ ഇൻഡോ-US അടുത്ത ബന്ധം, വിവിധ ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇന്റർ ഓപ്പറബിലിറ്റി കരാറുകളിൽ ഒപ്പുവെക്കൽ, നിരവധി സൈനിക അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ അടുപ്പത്തെ സൂചിപ്പിക്കുന്നു. US മിലിറ്ററി ഏവിയേഷൻ ബാസ്ക്കറ്റിൽ ഇന്ത്യയുടെ ശതമാനം ഉയരുമോ എന്നതിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ സൈനിക വിമാനങ്ങളുടെ വിഹിതത്തിൽ ഏകദേശം 60% റഷ്യനാണ്, 15% യൂറോപ്യൻ, 15% US, 10% ഇന്ത്യയുടേത് തന്നെ. എന്തായാലും അമേരിക്കയുടെ താൽപര്യത്തിന് ഇന്ത്യക്ക് നൽകുന്ന വമ്പൻ ഓഫറുമായി മോദി കൈകൊടുക്കുമോ? എന്തായിരിക്കും ഇന്ത്യയുടെ തീരുമാനം എന്നതിനായി നമുക്ക് കാത്തിരിക്കാം.